അട്ടമലയിൽ ഒരു ബോൺ കിട്ടി. അതും മനുഷ്യൻ്റെതാണോ മൃഗത്തിൻ്റെതാണോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഇത് പഴയതാണോ അതോ ഈ ദുരന്തത്തിലെ സംഭവത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണോ അല്ലയോ എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റ് കണക്കൊക്കെ ഞാൻ ഇന്നലെ ഞങ്ങൾ സൂചിപ്പിച്ചതിൽ വ്യത്യസ്തമായിട്ടൊന്നും വന്നിട്ടില്ല. ഇതിൽ ജനകീയ തെരച്ചിൽ, നിങ്ങളൊക്കെ അതിൽ പങ്കാളികളായിരുന്നു. ജനകീയ തെരച്ചിൽ കൊണ്ട് ഉദ്ദേശിച്ചത് പ്രധാനമായും ആ പ്രദേശത്തുള്ളവർക്ക് കുറെ കൂടി നല്ല നിലയിൽ തെരച്ചിലിനെ സഹായിക്കാൻ പറ്റും. രണ്ടാമത്തത്, ജനങ്ങളിൽ നിന്നും ഇങ്ങനെ ഒരു ജനകീയ തെരച്ചിൽ എന്നുള്ള ആശയം മുന്നോട്ട് വന്നിരുന്നു. ഇത് കാരണമാണ് ജനകീയ തെരച്ചിൽ എന്നുള്ളതിൽ നമ്മൾ മുന്നോട്ട് വന്നത്. ദുരന്ത ഭൂമിയിൽ തന്നെ താമസിച്ചവർ തെരച്ചിൽ സമയത്തുണ്ടാകുമ്പോൾ അവർക്ക് പല കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാൻ പറ്റും. ഇപ്പോൾ അവിടെ കണ്ടുകിടക്കുന്ന എന്തെങ്കിലും അവശിഷ്ടങ്ങൾ, ഡ്രസ്സിൻ്റെ ഒരു പീസ്, ഒരു തുണി കഷ്ണം, ഒരു തുണിയുടെ കഷ്ണം കണ്ടാൽ അവർക്ക് പറയാൻ പറ്റും ഇത് ചിലപ്പോൾ ഇന്ന സ്ഥലത്തെയാണ്. കളിപ്പാട്ടങ്ങൾ, കുട്ടികളുടെ സൈക്കിളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അവിടെ ഇങ്ങനെ കിടക്കുന്നു. അവർ കുട്ടികളുടെ സൈക്കിൾ കണ്ടാൽ പുറത്തുനിന്ന് തിരയുന്നവർക്ക് അല്ലെങ്കിൽ ഫോഴ്സിലുള്ളവർക്ക് മനസ്സിലാവില്ല, പക്ഷെ അവിടെയുള്ളവർക്ക് അത് ഇന്ന വീട്ടിലെ ഇന്ന കുട്ടിയുടേതാണ് എന്ന് ചൂണ്ടിക്കാട്ടാൻ പറ്റും. കളിപ്പാട്ടങ്ങൾ പോലെ തന്നെ വീട്ടുപകരണങ്ങൾ, ഇവയൊക്കെ എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ ആ പരിസരത്തുള്ളവർ തെരച്ചിലിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ടെങ്കിൽ സാധിക്കും. അങ്ങനത്തെ ഒരു ഇമോഷണൽ കണക്റ്റ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അത് പുറത്തുനിന്ന് വരുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് അത്രത്തോളം ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. ആ നിലയിലാണ് ജനകീയ തെരച്ചിലുമായി മുന്നോട്ട് വന്നത്. മുകളിൽ 2000-ഓളം വോളണ്ടിയർമാർ ജനകീയ തെരച്ചിലിൻ്റെ ഭാഗമായി പങ്കെടുത്തു. അതായത് ആ പ്രദേശത്തുള്ളവർ, സ്ഥിരമായി വരുന്ന സന്നദ്ധ പ്രവർത്തകർ, യുവജന സംഘടനാ രംഗത്തിൻ്റെ ഭാഗമായി ഉള്ള വോളണ്ടിയർമാർ, മറ്റ് വോളണ്ടിയർമാർ, അവിടുത്തെ ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ മറ്റ് ക്യാമ്പിലുള്ളവർ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. 2000-ഓളം വോളണ്ടിയർ. ഇതിൽ പൊതുവെ മലപ്പുറം ജില്ലയിൽ ചാലിയാറിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരിശോധന നാളെ നടത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും 2 ദിവസത്തേക്ക്. വിവിധ സെക്ടറുകളായി തിരിച്ചു. അതിലൊരു സെക്ടർ 1 പരപ്പൻപാറ മുതൽ മുണ്ടേരി ഫാം വരെയാണ്. ഏകദേശം ഒരു 5 കിലോമീറ്റർ സ്ട്രെച്ചാണ്. ചാലിയാർ റിവറിൻ്റെ 2 ഭാഗം. അവിടെ ലോക്കൽ ആയിട്ടുള്ള സന്നദ്ധ വോളണ്ടിയർമാരുണ്ടാവില്ല, കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണത്. ആ നിലയിൽ ഗവൺമെൻറ് ഏജൻസീസാണ് ആ സെർച്ചിനകത്ത് പങ്കെടുക്കുക. രാവിലെ 7 മണിക്ക് മുണ്ടേരി ഫാം ഏരിയയിൽ നിന്നും ആരംഭിക്കും. എന്നിട്ട് പരപ്പൻപാറയിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് അവസാനിക്കും. പിന്നെ തിരിച്ചു വരും. ഇതിൻ്റെ ഒരു മാൻ പവർ NDRF 10, ഫയർഫോഴ്സ് ആൻഡ് സിവിൽ ഡിഫൻസ് 20, പോലീസ് 10, ഫോറസ്റ്റ് 20. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാൻ പവർ. വോളണ്ടിയേഴ്സ് ഈ സെക്ടറിലില്ല. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ
ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്.